കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു മരത്തിന്റെ കഥ പറയാം. എന്റെ കുഞ്ഞുമണികൾ പറഞ്ഞേ, ഏതൊക്കെ മരങ്ങളെ നിങ്ങൾക്കറിയാം? നമ്മുടെ നാട്ടിലെ ഏതൊക്കെ മരങ്ങളെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ഒരുപാട് ഉത്തരങ്ങളുണ്ടല്ലേ. തെങ്ങ്, മാവ്, പ്ലാവ്, ആൽമരം, അങ്ങനെ ഒരുപാട് മരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയിലെ മരത്തിന്റെ പേര് പോലും വളരെ വിചിത്രമായിട്ടുള്ള ഒരു പേരാണ്. ഈ കഥ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കഥയല്ല. ഇത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കഥയാണ്. ഈ കഥയുടെ പേര് ബയോബാബ് മരം. ഞാൻ പറഞ്ഞില്ലേ, പേര് കുറച്ച് വ്യത്യസ്തമാണെന്ന്. മരത്തിന്റെ പേരാണ് ബയോബാബ്. എങ്ങനെയാണ് ഈ പേര് കിട്ടിയത്? എന്താണ് ഈ മരത്തിന്റെ കഥ? നമുക്ക് കഥയിലേക്ക് പോകാം. പണ്ട് 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 നമ്മുടെ ദൈവങ്ങളെല്ലാവരും ചേർന്ന് മനോഹരമായ ഈ ഭൂമി സൃഷ്ടിച്ചു. അവരെന്ത് ചെയ്തു? കരയുണ്ടാക്കി, കടലുമുണ്ടാക്കി. അതിനുശേഷം മൃഗങ്ങളെയും ചെടികളെയും സൃഷ്ടിച്ചു. ഒരു ദിവസം അവര് സംസാരിക്കാൻ കഴിവുള്ള ഒരു മരത്തെ സൃഷ്ടിച്ചു. ഹായ് കൂട്ടുകാരെ, എന്നെ മനസ്സിലായോ? ഞാനാണ് സംസാരിക്കാൻ കഴിവുള്ള മരം. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ? നോക്കൂ, എന്ത് ഭംഗിയാണ് എന്നെ കാണാൻ, എന്ത് രസമാണ് എന്റെ ശബ്ദം കേൾക്കാൻ. ഇങ്ങനെയൊക്കെ മരം സംസാരിച്ചുകൊണ്ടേയിരുന്നു. മരത്തിന്റെ സംസാരം കേട്ടപ്പോ ദൈവങ്ങൾക്കും വളരെ സന്തോഷമായി. അവര് മഴ പെയ്ച്ച് ആ മരത്തിന് വെള്ളം കൊടുത്തു. നന്നായി വളരാൻ വേണ്ടി സൂര്യന്റെ പ്രകാശവും കൊടുത്തു. ആ മരത്തിന് അവര് പേരിട്ടു ബേ-ഓ-ബാബ്. ബയോബാബ്. ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ്? ബേ-ഓ-ബാബ്. അത് തന്നെ, ബയോബാബ്. സംസാരിക്കാൻ കഴിവുള്ള ഈ ബയോബാബ് മരം സംസാരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ മരം നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നിർത്തി. എന്നിട്ട് വാ തുറന്നാൽ പരാതി പറയുക, അത് മാത്രമാണ് നമ്മുടെ മരം ചെയ്തു പോന്നത്. രാവിലെയും വൈകിട്ടും രാത്രിയും എല്ലാം പരാതി തന്നെ, പരാതി തന്നെ, പരാതി തന്നെ. എനിക്ക് മണ്ണ് ഇഷ്ടമല്ല. ഓ, ഈ സൂര്യൻ എന്തൊരു ചൂടാണ്. ഓ, ഈ മഴ കാരണം ഞാൻ മൊത്തത്തിൽ നനയുവാണ്. എനിക്ക് ഒരു സന്തോഷവും ഇല്ല. ഓ, എനിക്ക് തണുത്തിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. അയ്യോ, എനിക്ക് ദാഹിക്കുന്നേ. ഇങ്ങനെയൊക്കെ പലതരം പരാതികളാണ്. എന്തിനും ഏതിനും ഈ മരത്തിന് പരാതികൾ തന്നെ. നിർത്താതെയുള്ള മരത്തിന്റെ ഈ പരാതി പറച്ചില് കേട്ടപ്പോ ദൈവങ്ങൾക്കും അടുത്തു. അവര് മരത്തിനെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെ ചെയ്താലും മരത്തിന് സന്തോഷമുണ്ടാവില്ല. മരം വീണ്ടും പരാതി പറയുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ദൈവങ്ങളാണെങ്കിലോ നല്ല തിരക്കിലും. അവർ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയെ കൂടുതൽ മനോഹരമാക്കുന്ന തിരക്കിലാണ്. ഒരു ദിവസം അവര് നല്ല ചന്തമുള്ള പൂക്കളുള്ള ചെടികളെ ഉണ്ടാക്കി. ഈ മനോഹരമായ പൂക്കളെ കണ്ടപ്പോൾ വീണ്ടും നമ്മുടെ ബയോബാബ് മരത്തിന് വലിയ സങ്കടമായി. അയ്യോ, നോക്ക്, എനിക്കാണെങ്കിൽ പൂവേ ഇല്ല. എന്നെ കാണാൻ മുഴുവൻ പച്ച ഇല മാത്രം. എന്താ ദൈവങ്ങളെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഓ, ആ ചെടിക്ക് മാത്രം നിങ്ങൾ നല്ല പൂക്കളെ കൊടുത്തു, എനിക്ക് ഒന്നും തന്നില്ല. എനിക്ക് നിങ്ങളെ ആരെയും ഇഷ്ടമല്ല. നമ്മുടെ ബയോബാബ് മരം പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതുകൂടി ആയപ്പോഴേക്കും ദൈവങ്ങൾക്ക് ദേഷ്യം വന്നു. നമ്മൾ ഈ മരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ദൈവങ്ങൾ പറഞ്ഞു, ഓ, ഇത് വലിയ ശല്യമാണല്ലോ. നമുക്കിപ്പോ സ്വസ്ഥമായി ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഏത് സമയത്തും ഈ മരം ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അവര് പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? മരത്തിനോട് പറഞ്ഞു, നീ വായടച്ച് മിണ്ടാതെ ഇരുന്നോണം, അതാണ് നിനക്ക് നല്ലത്. അതെന്തിനാ? ഞാൻ മിണ്ടാതിരിക്കില്ല. ഞാൻ മിണ്ടിയിൽ എന്താ കുഴപ്പം? നമ്മുടെ മരം തിരിച്ചു ചോദിച്ചു.
ഇതുകൂടി ആയപ്പോഴേക്കും ദൈവങ്ങൾ എന്ത് ചെയ്തെന്നോ, ഈ ബയോബാബ് മരത്തിനെ പിഴുതെടുത്തു. എന്നിട്ട് അതിനെ തലകീഴായി കുഴിച്ചു വെച്ചു. ആദ്യമായി ബയോബാബ് മരം നിശബ്ദനായി, ഒന്നും സംസാരിക്കാതെയായി. ഇനി ഒരുപക്ഷെ സംസാരിച്ചാലും മണ്ണിന്റെ അടിയിൽ നിന്ന് ആര് കേൾക്കാനല്ലേ? അപ്പോ ദൈവങ്ങളും പറഞ്ഞു, ഹോ, അവസാനം നമുക്ക് കുറച്ച് സമാധാനം കിട്ടി. എന്തൊരാശ്വാസം. വായ് മുഴുവൻ മണ്ണ് നിറഞ്ഞു പോയതിനാൽ ബയോബാബ് മരത്തിന് പിന്നീട് സംസാരിക്കാനേ പറ്റിയിട്ടില്ല. പിന്നീട് ആരും തന്നെ എപ്പോഴും പരാതി പറയുന്ന ബയോബാബ് മരത്തിന്റെ ശബ്ദം കേട്ടിട്ടുമില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേറൊരു രസകരമായ സംഭവം കൂടി പറയാം. ഈ ബയോബാബ് മരം നമ്മുടെ കഥയിൽ ഒരു വില്ലനെ പോലെ തോന്നുമെങ്കിലും ആള് യഥാർത്ഥത്തിൽ അത്ര കുഴപ്പക്കാരനല്ല കേട്ടോ. ഇപ്പോഴും ആഫ്രിക്കയിൽ ബയോബാബ് മരം കാണാൻ സാധിക്കും. ആ മരം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആരോ മരത്തിനെ തലകീഴായി നട്ടുവെച്ചതുപോലെയാണ്. ഈ മരത്തിൽ പിടിക്കുന്ന കായ്കൾ അവിടെയുള്ള ആൾക്കാർ ആഹാരത്തിന് ഉപയോഗിക്കാറുണ്ട്. ആ കായക്കകത്തുള്ള പരിപ്പ് പൊടിച്ച് അത് പലവിധ ആഹാര സാധനങ്ങളും ഉണ്ടാക്കി അവർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ധാരാളം വെള്ളം ശേഖരിച്ചു വെക്കാൻ കഴിയുന്ന ഒരു മരം കൂടിയാണ് ഈ ബയോബാബ് മരം. ഈ ബയോബാബ് മരത്തിൽ നിന്ന് കിട്ടുന്ന കായയ്ക്ക് രസകരമായ ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? മങ്കി ബ്രെഡ്. എന്താണ്? മങ്കി ബ്രെഡ്. അപ്പോൾ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ അല്ലേ? എങ്കിലിനി മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.